എന്നാലും ആ കത്തേൽക്കാതെ പോയത് കഷ്ടമായി പോയി. ഞാൻ എപ്പോഴേ പറഞ്ഞതല്ലേ ഊമക്കത്തിനൊക്കെ കാലം കഴിഞ്ഞെന്ന്. താരെന്താണ് പരിപാടി? അത് നിങ്ങളുടെ മുൻ ഭാര്യയ്ക്ക് ഊമക്കത്തിന്റെ ഒക്കെ നിലവാരേ ഉള്ളൂ. ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറില്ല. ഇതിലും കടുത്ത പ്രയോഗം നടത്തി ഞാൻ അവളെ ഈ നഗരത്തിൽ നിന്ന് തന്നെ ഓടിക്കും. വേണ്ടി വന്നാൽ ചാനലിലെ പണിയില്ലാതാക്കും. അത് തന്നെയാണ് എന്റെ ആവശ്യം. ആത്മാർത്ഥമായിട്ട് തന്നെയാണോ രാഹുലി പറയുന്നത്? പിന്നല്ലാതെ. എറണാകുളത്ത് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ദേവികയെ വല്ലപ്പോഴും കാണാലോ. അവള് നിങ്ങളെ കാണരുതെന്നല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഞാനറിയാതെ കൂടിക്കാഴ്ച തരപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് എപ്പോഴേ ആകാമായിരുന്നു. അതേസമയം മോളെ ഒന്ന് കാണണമെന്നുണ്ട്. പ്രാർത്ഥന മോള് സുഖായിരിക്കുന്നെന്തോ? സുഖമായി തന്നെ ഇരിക്കുന്നു. അതെങ്ങനെ നിനക്കറിയാം? അല്ല, കൊച്ചു സുഖമായിട്ടിരിക്കുന്നോണ്ടാണല്ലോ ദേവിക സന്തോഷായിരിക്കുന്നേ. പുതിയ ജോലി, പുതിയ താമസം, അവളും മോളും ഹാപ്പിയാണ്. ദേ, രാഹുലിന് ഇപ്പൊ മോളെ കാണണമെന്ന് തോന്നി. നാളെ മോളുടെ അമ്മയെ കാണണമെന്ന് തോന്നും. അത് വേണ്ട. രാഹുലിന് കാണാൻ ഞാനുണ്ട്. ഞാൻ മതി. സമ്മതിച്ചു. നമ്മൾ എന്തിനാ ആന്റി ഡോക്ടറെ കാണുന്നേ? ആന്റിക്ക് ചില ചെക്കപ്പുകൾ നടത്താനുണ്ട്. പ്രിയാന്റിക്ക് എന്തോ അസുഖം? അസുഖം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ചെക്കപ്പാ. പിന്നെ ഞാൻ മുൻപേ പറഞ്ഞത് മറക്കണ്ട. ഇതൊന്നും ഇപ്പൊ അമ്മ അറിയണ്ട കേട്ടോ. അമ്മയ്ക്ക് വെറുതെ ടെൻഷനാവും. വാ. യെസ്, ഡോക്ടർ നീലാംബരൻ ഹിയർ. മനസ്സിലായി. വീട്ടിലാണ്, കുറച്ച് പേഷ്യൻസ് കൂടിയുണ്ട്. പറഞ്ഞോളൂ. യെസ്. എന്നാണ് ഹോസ്പിറ്റലിൽ വന്നിരുന്നത്? ഓക്കെ, ഒരു കാര്യം ചെയ്യൂ, നാളെ ഹോസ്പിറ്റലിൽ വരൂ. വിളിച്ചിട്ട് വരണം. ശരി, ഓക്കെ. വരൂ, ഇരിക്കൂ. പ്രിയാലക്ഷ്മി, ഡോക്ടർ സാന്ദ്ര പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സാറിനെ വിളിച്ചിരുന്നു. ഐ റിമെമ്പർ. ഡോക്ടർ സാന്ദ്ര മെഡിക്കൽ കോളേജിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഇന്നലെ വിളിച്ചിരുന്നു. ഷീ ടോൾഡ് മീ എവറിത്തിങ്. ഹലോ, എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നേ? പേര് പറയൂ. പ്രാർത്ഥന. ഫുൾ നെയിം പറയും മോളെ. പ്രാർത്ഥന രാഹുൽ കൃഷ്ണ, ക്ലാസ് 1B. ഓ, ഐ സീ, വെരി ഗുഡ്. ആന്റിക്കാണ് ചെക്കപ്പ്. അതെയോ? ഇതുവരെയുള്ള റിപ്പോർട്ട്സാ. സാന്ദ്രയ്ക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കേസാണെന്നറിയാം. ഡോക്ടർ, ഇനി വിശേഷിച്ച് ടെസ്റ്റിന്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ്സ് കൺഫേംഡ്. മോളൊന്ന് പുറത്തേക്കിരിക്കൂ. ഡോക്ടർ അങ്കിളിന് ആന്റിയോടൊരു കാര്യം സംസാരിക്കാനുണ്ട്.
കണ്ടിട്ട് ബേസിക്കലി കുട്ടി ഹെൽത്തിയാണ്. അതൊരു ഹോപ്പാണ്. കീമോ പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ വരട്ടെ. ഇപ്പൊ മെഡിസിൻസ് തരാം, പക്ഷെ എങ്ങനെ കൊടുക്കും? അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം ഡോക്ടർ. ഓക്കെ. ഹലോ പ്രാർത്ഥന, ഇനി വന്നേ. ഇവിടെ വരെ വന്നതല്ലേ, മോളെ ഒന്ന് പരിശോധിച്ചേക്കാം. എനിക്കല്ല, ആന്റിക്കോ ചെക്കപ്പ്. ആന്റിയെ നോക്കിക്കഴിഞ്ഞു. മോൾ ഇങ്ങോട്ടൊന്ന് കിടന്നേ. വാ മോളെ. മോളെ നാവൊന്ന് നീട്ടിക്കേ. ഗുഡ് ഗേൾ. വൈറ്റമിന്റെ കുറവുണ്ടല്ലോ, ചില മരുന്നുകൾ തരട്ടെ. ഇഞ്ചക്ഷൻ വെക്കോ? ഹേയ്, ഇപ്പോഴില്ല. മെഡിസിൻ മാത്രമേ ഉള്ളൂ. അത് കഴിക്കുമ്പോൾ വൈറ്റമിൻസ് ഉണ്ടായിട്ട് ബ്ലഡ് പ്യൂർ ആവും. ഡോക്ടർ അങ്കിൾ, യെസ്. ക്യാൻസർ വന്നാ മരിക്കോ? മോളെ, ഇവിടുത്തെ പിക്ചേഴ്സ് ഒക്കെ ക്യാൻസറിന്റെ അല്ലേ? ക്യാൻസർ വന്നാൽ മരിക്കാൻ പറ്റൂല. ഇപ്പൊ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ. മോളിങ് വാ. അങ്ങനെ ചെയ്താൽ മതി. റെഡിയല്ലേ? അതെ സർ, ഞങ്ങൾ റെഡിയാണ് സർ. അനീഷ്, ലൈറ്റപ്പ് ഒക്കെ റെഡിയല്ലേ? എല്ലാം റെഡിയാണ് സാർ. ക്യാമറ രണ്ടെണ്ണം ഫ്രണ്ടിൽ, ഇവിടെ രണ്ടെണ്ണം മുകളിലും റെഡിയാണ് സാർ. ആ, ഈ കുട്ടി ആങ്കർ ചെയ്യുന്നത് മാളവിക. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. നമുക്ക് നോക്കിയാലോ? റിഹേഴ്സൽ ആണെന്ന് വിചാരിക്കണ്ട, ഷൂട്ടാണെന്ന് എഴുതി പ്രസന്റ് ചെയ്തോ. ഓക്കെ സർ. എന്നാ തുടങ്ങാം. ദേവിക അയാൾക്ക് ഡയറക്ഷൻസ് കൊടുക്കണം. ഓക്കെ, നോക്കാം സർ. സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നേരെ നോക്കി സംസാരിച്ചാൽ മതി. അങ്ങോട്ട് തന്നു തുടങ്ങിക്കോ. ഗുഡ് ഈവനിങ് എവരിബഡി, ഐ ആം മാളവിക. ഏയ്, അത് വേണ്ട കുട്ടി. ഇതൊരു മെഗാ ഇവന്റ് അല്ല, റിയൽ ലൈഫിന് തൊട്ട് നിൽക്കുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമാണ്. സിമ്പിൾ ആയിരിക്കണം. സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന പോലെ നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ മതി. ശരി മാഡം. ഓക്കെ, സ്റ്റാർട്ട് ദേവിക. പറഞ്ഞു തുടങ്ങിക്കോളൂ. നമസ്കാരം, ഞാൻ മാളവിക. സന്ധ്യാദീപങ്ങളും സങ്കീർത്തനങ്ങളും നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ടൈം ടിവിയുടെ ഈ രംഗവേദിയിൽ ഞാൻ നിൽക്കുന്നത് ഒരു ദൗത്യവുമായാണ്. ഇടറുന്ന പാദങ്ങൾക്ക് ഒരു കൈത്താങ്ങ്. ഇടറുന്ന പാദങ്ങൾക്ക് ഒരു കൈത്താങ്ങ്, പതറുന്ന പാദങ്ങൾക്ക് ഒരു സാന്ത്വനം. പ്രാർത്ഥനയോടെ പ്രതിഭയുള്ള കുട്ടികളെ കണ്ടെത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചെയ്യുന്നത്. വീണ കുറെ
ഈ പരിപാടി കലക്കും. ആ കലക്കവെള്ളത്തില് അവള് മീൻ പിടിക്കാൻ ചെയ്യും. ദേവിക ആങ്കർ ചെയ്യുന്ന കുട്ടിക്ക് എല്ലാ ഡയറക്ഷൻസും ദേവിക കൊടുക്കണം പോലും. അപ്പൊ പിന്നെ ഞാനെന്തിനാ കാഴ്ചക്കാരിയായി നോക്കി നിന്ന് കൈയടിക്കാനോ? സ്ക്രിപ്റ്റ് എഴുതിയത് ദേവികയല്ലേ? അതുകൊണ്ട് നീ അവളെ ന്യായീകരിക്കാൻ നിക്കല്ലേ അനീഷേ? എന്റെ സ്ഥാനം ഇല്ലാതാക്കാനാ അവളുടെ പരിപാടിയെങ്കിൽ ഞാൻ ദേവികയെ ഒതുക്കും. ആരതി മാധവൻ ആരാണെന്ന് അവൾ അറിയും. ഞാനൊരു സജഷൻ പറഞ്ഞോട്ടെ സർ. ഓഫ് കോഴ്സ്. ഈ പ്രോഗ്രാം കമ്പയർ ചെയ്യുന്നത് ഒരു കുട്ടിയാണെങ്കിൽ നന്നാവും തോന്നുന്നു. അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റും കിട്ടും. നല്ല ഐഡിയാണ്. കുട്ടികളുടെ കാര്യം ഒരു കുട്ടി അവതരിപ്പിക്കുമ്പം കുറെ കൂടി ടച്ചിങ്ങും ആവും. പക്ഷേ അതിനു പറ്റിയൊരു കുട്ടിയെ കിട്ടണ്ടേ? അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ആരതി. ഒരു നല്ല കുട്ടിയെ കിട്ടുകയാണെങ്കിലോ? അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ദേവിക ചെയ്തോളൂ. വേണമെങ്കിൽ ആങ്കറിങ്ങിന് താല്പര്യമുള്ള കുട്ടികളെ ക്ഷണിച്ചുകൊണ്ട് സ്ക്രോൾ വിടാം. പ്രാർത്ഥനയോടെ എന്ന ഈ പ്രോഗ്രാം പൂർണ്ണമായും ദേവികയ്ക്ക് വിട്ടിരിക്കുന്നു. ഇയാൾക്ക് ഉചിതമെന്ന് തോന്നുന്നത് ചെയ്യാം. പ്രോഗ്രാം നമ്പർ 1 ആവണം. എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും ആരതിയോട് പറഞ്ഞാൽ മതി. കൂടെ ഉണ്ടാവണം. ഷുവർ സർ. ഓക്കെ. മറ്റൊന്നും തോന്നരുത്. ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുന്നതാ. ചാനലിലെ ജോലി ഒരു താങ്ക്ലെസ് ജോബാണ്. ഏത് നിമിഷവും ആര് വേണമെങ്കിലും പുറത്താവാം. അതുകൊണ്ട് കയ്യിലുള്ള എല്ലാ ഐഡിയകളും ഒറ്റയടിക്ക് പുറത്തെടുക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്നാ ശരി. നമസ്കാരം. സന്ധ്യാദീപങ്ങളും സങ്കീർത്തനങ്ങളും നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ടൈം ടിവിയുടെ രംഗവേദിയിൽ ഞാൻ നിൽക്കുന്നത് ഒരു ദൗത്യവുമായാണ്. ഇടറുന്ന പാദങ്ങൾക്കൊരു കൈത്താങ്ങ്, പതറുന്ന പാദങ്ങൾക്കൊരു സ്വാന്തനം. പ്രാർത്ഥനയോടെ വിടരും മുമ്പേ പുഴുക്കുത്തു വീണ കുറെ പൂക്കൾ, മാരക രോഗം ബാധിച്ച കുട്ടികൾ, മരണം അവരുടെ അടുത്ത് എവിടെയുണ്ട്. പക്ഷെ ആ സത്യം കുട്ടികൾ അറിയുന്നില്ല. ആ കൂട്ടുകാരെ ചിലർ നല്ലപോലെ പാട്ടുപാടും, അസലായി പടം വരയ്ക്കും, ഡാൻസ് ചെയ്യും. ആ കുരുന്നുകളാണ് ഈ ഷോയിലെ വിരുന്നുകാർ. ജീവിതത്തിലെ യവനിക വീഴാറായിട്ടും അതറിയാതെ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുന്ന കൊച്ചു കൂട്ട്. എന്താ നിർത്തി കളഞ്ഞത്? എന്നെ കളിയാക്കാൻ വന്ന് നിൽക്കുമല്ലേ? കളിയാക്കാനല്ലെങ്കിലോ? അമ്മ എഴുതി വെച്ച സ്ക്രിപ്റ്റ് ഞാൻ ചുമ്മാ നോക്കി പറഞ്ഞേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ചുമ്മാതാക്കണ്ട. മോക്ക് കോമ്പയറിംഗ് നടത്താൻ പറ്റുമോ? എവിടെ? ചാനലിന്റെ ഫ്ലോറിൽ വന്ന്. പിന്നെന്താ? കുട്ടിക്കളിയല്ലേ, ഒരുപാട് ആളുകളുണ്ടാവും, 2-3 ക്യാമറയും കാണും. കാണാതെ പഠിച്ച് വെറുതെ പറഞ്ഞ പോരാ. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ റെഡി ആയിട്ട് നിൽക്കണം. ആക്ഷൻ എന്ന് കേട്ടാലുടൻ പറഞ്ഞു തുടങ്ങണം. നല്ല നാച്ചുറൽ ആയിട്ട് അവതരിപ്പിക്കണം. എനിക്കറിയേണ്ടത് വേറൊരു കാര്യമാ. അതെന്താ? അമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടോ? ഇപ്പൊ നീ പ്രസന്റ് ചെയ്ത് കേട്ടിട്ട് ഒരു വിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്. എന്നാലേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാ. ഐ ആം റെഡി. നമസ്കാരം. സന്ധ്യാദീപങ്ങളും സങ്കീർത്തനങ്ങളും നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ടൈം ടിവിയുടെ രംഗവേദിയിൽ ഞാൻ നിൽക്കുന്നത് ഒരു ദൗത്യവുമായാണ്. ഇടറുന്ന പാദങ്ങൾക്കൊരു കൈത്താങ്ങ്, പതറുന്ന പാദങ്ങൾക്കൊരു സ്വാന്തനം. പ്രാർത്ഥനയോടെ നിരഞ്ജൻ, ഫോൺ.
പറയൂ. സർ ഫ്രീ ആണോ? അതെ. ഒരു സജഷൻ പറയാനാണ് സർ ഞാൻ വിളിച്ചത്. എന്താണ്? സാറിന് ഓക്കെ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം. എനിക്ക് പ്രശ്നമില്ല. ആ മാറ്റർ എന്താണെന്ന് പറയേ. ദേവിക. അത് പുതിയ പ്രോഗ്രാം ഒരു കുട്ടി കോമ്പയർ ചെയ്താ നന്നായിരിക്കും ഞാൻ പറഞ്ഞില്ലേ? എന്താ അത് ശരിയാവില്ലേ? അതല്ല സർ, എന്റെ മോള് ഷീസ് ഇൻട്രസ്റ്റഡ്. ഞാൻ എഴുതി വെച്ച സ്ക്രിപ്റ്റ് നോക്കി പ്രാർത്ഥന ഇപ്പൊ ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞിട്ടല്ല, കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. സാറിന് താല്പര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നോ പ്രോബ്ലം. താല്പര്യമില്ലാത്തതല്ല, മോള് കംഫർട്ടബിൾ ആണോ? ആ, അവള് നല്ല ഉത്സാഹത്തിലാണ്. എങ്കിൽ നമുക്ക് നോക്കാം. കുട്ടിയെ പ്രാക്ടീസ് ചെയ്യിച്ചോളൂ. ശരി, താങ്ക് യു സർ. ഓക്കെ. എന്താ നിരഞ്ജൻ? പുതിയൊരു പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞില്ലേ, പ്രാർത്ഥനയോടെ. ദേവികയുടെ മോള് അത് ആങ്കർ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞു. മോള് മാത്രമല്ല, അമ്മയും ത്രില്ലാണെന്ന് തോന്നുന്നു. മരണം വിദൂരമല്ലാത്ത കുട്ടികൾക്കുള്ള പ്രോഗ്രാം അല്ലേ അത്? അല്ല, അത് പ്രാർത്ഥന തന്നെ പ്രസന്റ് ചെയ്യാന്ന് വെച്ചാ ശരിയാവില്ല. അത് വേണ്ട നിരഞ്ജൻ. അറം പറ്റുക എന്ന് പറയാറില്ലേ? എനിക്കെന്തോ വല്ലാതെ തോന്നുന്നു. വേണ്ട, മോളെ അതിന്ന് ഒഴിവാക്കണം. പക്ഷേ എന്ത് കാരണം പറയും? ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യും. ആ കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ദേവിയെ വിളിച്ചത്. നോ എന്ന് പറഞ്ഞാൽ നിരാശയാവും ദേവിയയ്ക്കും മോൾക്കും. എന്നാലും ഓർത്തിട്ട് എന്റെ കണ്ണ് നിറയുന്നു. ഏയ്, ടൈം ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് പുതിയൊരു ചാർജ് പകർന്നു കിട്ടിയാലോ? ആ എനർജി ചിലപ്പോ കുട്ടിക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കും. സോ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. എന്താ ചേട്ടാ? മപ്പാസ? താറാവ് മപ്പാസേ? കുട്ടനാട സ്റ്റൈൽ വെച്ചതാ. ദേവിക്ക് തരാൻ ഞാൻ കൊണ്ടുവന്നാ. ഗ്രേസിന്റെ തന്നയച്ചതാണോ? അല്ല, മമ്മി മെറീനെ അറിയാതെ ഞാൻ എടുത്തോണ്ട് വന്നതാ ദേവിക്ക് തരാൻ വേണ്ടി. ദാ മോൾക്കും കൊടുക്കാം, വലിയ എരിവൊന്നുമില്ല. അയ്യോ, ഞങ്ങള് ചോറുണ്ട് കഴിഞ്ഞു. അതിനെന്താ, വൈകിട്ടെടുക്കാലോ, ഒന്ന് ചൂടാക്കിയാ മതി. അതല്ല, ഈ താറാവിന്റെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല, മോക്കും പിടിക്കില്ല. അത് ഞങ്ങള് താറാവിറച്ചി കഴിക്കാത്തോണ്ടാണ് കേട്ടോ. അപ്പൊ വേണ്ട അല്ലേ? എന്നാ ശരി. എന്താ ഇതെന്താ കയ്യില്? ചുമ്മാ. എന്ത് ചുമ്മാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അതെ, കുറച്ച് താറാവേറിയ മോള് കൊച്ചിന് കൊടുക്കാന്ന് വിചാരിച്ചു. ഓഹോ, പിന്നെ തോന്നിയതിന്റെ ആവശ്യമില്ലെന്ന്. നമ്മളെന്തിനാ വെറുതെ അവരെ സൽക്കരിക്കുന്നത് അല്ലേ? അപ്പൊ കൊടുത്തില്ലേ? ഇല്ലെന്നേ, ആവശ്യമില്ലാത്ത അടുപ്പൊന്നും വേണ്ട.
ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട് ഞാനിഞ്ഞു പോന്നു. ആണോ? അതല്ലേ അതിന്റെ ശരി. ശരി ശരി. ആ അതാണ്. ചെല്ല്. ചെല്ലട്ടെ എന്നാ. കഴിക്ക്. മധുരം പാകത്തിനുണ്ടോ നോക്കണേ. കാപ്പി അസലായിട്ടുണ്ട്. ദീപയ്ക്ക് ഒരുമാതിരി എല്ലാ പാചകവും അറിയാം. വിനീതിന്റെ മുഴുവൻ പേരെന്താന്നാ പറഞ്ഞ്? വിനീത് നാരായണൻ. വിനീത് നാരായണൻ അയ്യരെന്ന് പറഞ്ഞാലേ പൂർണ്ണമാവും. തഞ്ചാവൂരാണെന്ന് കേട്ടപ്പോ ഞാൻ കരുതി തമിഴായിരിക്കും സംസാരിക്കുന്നതെന്ന്. വീട്ടിൽ ഞങ്ങൾ തമിഴാണ്, എങ്കിലും മലയാളത്തിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. മലയാളത്തിനോടുള്ള ഇഷ്ടം അങ്ങോട്ട് കൂടി വരട്ടെ. അതെ അതെ. അപ്പോഴേ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാൻ ഉണ്ടാവുമല്ലോ. ചെല്ലു വിനീതേ. എനിക്കിത്തരം ചടങ്ങുകളൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. ഫോർമലായിട്ട് കുറെ വിശേഷങ്ങൾ പറയാന്നല്ലാതെ പ്രത്യേകിച്ച് എന്ത് സംസാരിക്കാനാ. എനിക്ക് ദീപ ഇഷ്ടമായി. വിവാഹത്തിന് പൂർണ്ണ സമ്മതമാണ്. ഞാൻ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ദീപയ്ക്കും സ്വന്തം കാര്യം പറയാം. എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞില്ലേ, എങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? ഈ ആലോചനയിൽ നിന്ന് ദയവ് ചെയ്ത് പിന്മാറണം. Yeah.